SLC IT സാമ്പിൾ ക്വസ്റ്റ്യൻസിലെ മെയിൽ മെർജ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് എ സ്റ്റുഡൻറ് പ്രൊഫൈൽ കാർഡ്സ് യൂസിംഗ് ദ മെയിൽ മെർജ് ടെക്നിക് ഇൻ LibreOffice Writer. The details of the students are given in the file students.ods in exam documents folder in home and sample profile card in the file profile.ott in the same folder. Save the profile cards as a single file in exam 10 folder in home, giving your register number underscore question number as file name. ഇതിന്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. LibreOffice റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് സ്റ്റുഡൻറ് പ്രൊഫൈൽ കാർഡുകൾ തയ്യാറാക്കുക. പ്രൊഫൈൽ തയ്യാറാക്കേണ്ട കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള student.ods എന്ന ഫയലിലും പ്രൊഫൈൽ കാർഡിന്റെ മാതൃക ഇതേ ഫോൾഡറിലുള്ള profile.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ എപ്പോഴും profile.ott ആണ്. അപ്പോൾ ഈ profile.ott എന്ന ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ profile.ott എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ലിങ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഫയലാണ് students.ods. അപ്പോൾ ഇത് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെയിൽ മെർജ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇൻസേർട്ടിൽ ഇവിടെ ഫീൽഡിൽ മോർ ഫീൽഡ്സ് എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡാറ്റാബേസ് എന്നുള്ള ടാബാണ്. അത് സെലക്ട് ചെയ്തു. ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ students.ods എന്നുള്ള ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ആ ഫീൽഡുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രൊഫൈൽ എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അഡ്മിഷൻ നമ്പർ നെയിം എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇവിടെ അഡ്മിഷൻ നമ്പർ എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എവിടെയാണോ അഡ്മിഷൻ നമ്പർ വരേണ്ടത് അവിടേക്ക് കഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അഡ്മിഷൻ നമ്പർ ഒന്നെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുത്താലും മതി. ഇനി അടുത്തത് നെയിം ഓഫ് സ്റ്റുഡൻറ്റ്. അവിടെയാണ് നമുക്കിവിടെ നെയിം എന്ന് വരേണ്ടത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നെയിം എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് ജെൻഡർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ജെൻഡർ എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ക്ലാസ് ആൻഡ് ഡിവിഷൻ സെലക്ട് ചെയ്തു. ഇൻസേർട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾക്ക് കൊടുക്കേണ്ട ഫീൽഡൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ ക്ലോസ് ചെയ്യുക. ഇനി നമ്മളിത് സേവ് ചെയ്യാണ് വേണ്ടത്. സേവ് ചെയ്യേണ്ടത് ഫയലിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഫയൽ പ്രിൻ്റ് ഓപ്പൺ ചെയ്തു. യെസ് കൊടുക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്യുക. ഹോമിൽ എക്സാം 10ൽ ഞങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് കൊടുത്തു. സേവ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഹോമിൽ എക്സാം 10 ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ഫയൽ ഇതാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത ശരിയാണെങ്കിൽ ഓരോ പേജിലായിട്ട് ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്. ഇതാണ് ടീച്ചേഴ്സിനെ കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.